പക്ഷേ സിൻസ് ഇവരത് പബ്ലിക്കിലേക്കിട്ട് ഇത് വലിയൊരു കോൺട്രവേഴ്സി സാധനങ്ങളൊക്കെ ആക്കി ഒരുപാട് ആളുകളെ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ട സ്ഥിതിക്ക് പച്ചമനുഷ്യൻ്റെതായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആരാണ് പച്ചമനുഷ്യൻ എന്നുള്ളതായിരിക്കും. പച്ചമനുഷ്യൻ വെറും ഒരു പച്ചമനുഷ്യനാണ്. ചില കാര്യങ്ങളൊക്കെ പറയും, ഇനിയും പറയും, ഇനി പറയാം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് ഡീകോഡിംഗ് ഒക്കെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഇവിടം വരുത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം. എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്. ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലേ കയറി നല്ല അതിനപ്പുറം കയറി എന്നെ ചൊരിയാൻ നിൽക്കുക. ഇത് നീ ചോദിച്ചു വാങ്ങിയ അടിയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഇത്. ഇവരായിട്ട് പുറത്തു വരാനോ ഇവരായിട്ട് ഇത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ചുമ്മാ ചൊറിഞ്ഞ് ഇറന്ന് വാങ്ങിച്ച പണിയാണത്. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇനിയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ഫിറോസിൻ്റെ. 2024 ഒക്ടോബർ 23-നാണ് ഞങ്ങളെ മാരേജ് നടന്നത്. ഈ പറഞ്ഞത് ഒരു തെറ്റ് പറ്റിയതാണോ അതോ ശരിക്കും മകൾ തന്നെയാണോ എന്നറിയാം. അതിൽ ഡൗട്ട് ഉണ്ട്. കാരണം 2024 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 വർഷം മുമ്പ് 2 വർഷം മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഒരു ഏകദേശം ഒരു 3 മന്ത്സിൻ്റെ അകത്തുള്ള 3 മന്ത്സുകൾ കംപ്ലീറ്റ് ഇല്ലെങ്കിൽ പോലും കുറേ ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു വലുതായെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ 2 വർഷത്തിൻ്റെ അകത്താണോ സംഭവിച്ചത് അതോ 2014 എന്ന് പറയുമ്പോൾ 2024 മാറിപ്പോയതാണോ തെറ്റുപറ്റിയതാണോ എന്നുള്ളത് അറിയില്ല. ലെറ്റ്സ് സീ. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജ് ആണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾക്ക് ഒരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെക്കൻഡ് ആണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സാണ്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു, നല്ല ബന്ധമാണെന്ന് ചിന്തിച്ച് 1 മാസം കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെ വീട്ടിൽ ആലോചിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി കല്യാണപ്രായം 20 വയസ്സുള്ള ആ സമയത്ത്. അപ്പം ആദ്യത്തെ ലൈഫിൽ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് ഈ മാരേജ്, ഈ കാര്യങ്ങൾ വരുന്നതും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം തെറ്റുപറ്റിയതാണെന്നിപ്പോൾ മനസ്സിലായി ഏകദേശം. കാരണം ആ സമയത്ത് 20 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി വയസ്സായി. കാരണം ഇപ്പം അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ഒരു പക്ഷേ 2024 തെറ്റി പറഞ്ഞതായിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അന്നത്തെ പോയിന്റ് ഈസ് 1 മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ലവ് മാരേജ് ചെയ്തു എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് അറ്റ് എ നോൺസെൻസ് ആക്ച്വലി. അത് നമ്മുടെ നാട്ടിലെ മാരേജ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ ഒരുപാട് ആളുകൾ റോങ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ അറേഞ്ച് മാരേജ് ആണ് ശരി, ലവ് മാരേജ് ആണ് ശരി, ഇത് 1 മാസം അവിടെ ഒന്നും നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഞങ്ങളൊരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്ത് സംഭവിച്ചൊരു സാധനം മാത്രമാണ്. അതിനായിട്ട് ലവ് മാരേജ് ഒന്നും പറഞ്ഞിട്ട് ആക്ച്വൽ ലവിൻ്റെ വാല്യൂ കളയരുത്. ഞങ്ങൾ ജസ്റ്റ് കണ്ടു, കുറച്ച് സംസാരിച്ചു, റിച്ച്ലി
ഒരു അട്രാക്ഷൻ അങ്ങോട്ട് കൊണ്ടും ഒരു മേ ബി അതൊരു ഇൻഫാക്ച്വേഷൻ മാത്രം, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒബ്വിയസ്ലി വന്നിരിക്കും, 100% ഷുവർ. അവരെൻ്റെ വീട്ടുകാർ നോക്കിയപ്പം ഓക്കെ, നമ്മളെ റിലേറ്റീവുകളുടെ അടുത്തെല്ലാം ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്, നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മളെ ബന്ധുക്കാരിലെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നു വേറെ ദുശീലങ്ങളൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങൾ ദുശീലങ്ങളാണല്ലോ നോക്കുന്നത്, വേറെ ദുശീലങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ദുശീലങ്ങൾ എന്നുള്ളത് സാധനങ്ങൾ ഈ വീട്ടുകാരുടെ അടുത്ത് മുന്നിലാണല്ലോ ഈ ദുശീലങ്ങളൊന്നും കാണിക്കാത്തത്. പുറമേ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല, അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അത്രമാത്രം വിശ്വസനീയമാണെന്ന് തോന്നണില്ല. വൈ? ബിക്കോസ് ദുശീലങ്ങളൊക്കെ അറിയായിരുന്നു, അറിയാതിരിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കാണാം. നമ്മൾ ചുരുങ്ങിയ കാലത്ത് അയാൾ ഒരു മൂവി ഫീൽഡിലുള്ള ആളാണ്, ഞങ്ങളും ഒരു ഈ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ യു ഗൈസ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദുശീലങ്ങളും എല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവണമെന്നാണ് ധാരണ. അത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടോക്കിലും ഈ ഒരു ഓഡിയോ ലാംഗ്വേജിലും ആക്ച്വലി നിങ്ങൾ ഒരു വിക്റ്റിം കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാതെ പെട്ട പോലത്തെ ഒരു സാധനം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാൻ മാത്രമാണ്. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എന്നെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഒബിയസ്ലി, കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര വികാരം ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏതൊരു പാരൻസിനും, നല്ലൊരു പാരൻസിനും കുട്ടികളോട് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരിക്കും. അതിലൊരു ബ്രേക്ക് വരുമ്പോൾ എല്ലാവരും പൊട്ടിത്തെറിച്ചു പോവും, പ്രശ്നങ്ങൾ തുടങ്ങും. എൻ്റെ ഈ കേസിന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വേറൊരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അയാൾക്ക് കുട്ടികളുണ്ട് അല്ലെങ്കിൽ അവൾക്ക് കുട്ടികളുണ്ട്, ആ കുട്ടികളോട് റിലേഷൻഷിപ്പിലുള്ള ഒരാൾ, റിലേഷൻഷിപ്പിൻ്റെ സെൻസ് ഞാൻ എക്സ്ട്രാ മരിത്തുള്ള റിലേഷൻഷിപ്പാണ് ഉദ്ദേശിച്ചത്, അതായത് ആവില്ല പച്ചക്കോരമേ. അപ്പുറത്തുള്ള ആൾ ആ കുട്ടികളെ കാണാൻ സമ്മതിക്കാതിരിക്കുക, അവർ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളത് സംഭവിക്കും, 100% ഷുവർ. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം പറഞ്ഞു, സച്ചിന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല. അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിൻ്റെ മിസ്സിങ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെൻ്റലി കുറച്ച് ഡിപ്രഷനായി പോവും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്തെ, വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയും, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ. അത് ഇതെല്ലാം അനുഭവിക്കുന്നവർക്കേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റ് പറയും, നീ എന്തിനാ ഈ രണ്ടാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല. അതൊരിക്കലും തെറ്റല്ല മോളെ സജിന, അത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കും സംഭവിക്കുന്ന തന്നെയാണ്. എവരിബഡി ഡു ദാറ്റ്. പക്ഷേ ഇത്തരം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിനാരിയോയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനർഹിപ്പോഴാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണമായിരുന്നു. അത് നിങ്ങൾക്ക് വേണമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പോലും അതിനാ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹത്തിനാണ്. കാരണം സമൂഹത്തിൻ്റെ ഒരുപാട് കുത്തലുകൾ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടിയാണ് നിങ്ങളെ അത്തരമൊരു പ്രവൃത്തി ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം സ്ത്രീജനങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യമാണ്. പല തെറ്റുകളും പല കമന്റുകളും ഇനി വരുമായിരിക്കും. പക്ഷെ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടെ പോവാത്ത ആൾക്കാർക്കെല്ലാം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ തോന്നും.
അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാൻ പോകുന്നത്, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പെണ്ണ് കാരണം എന്റെ കുഞ്ഞ് നൊന്നുകൊണ്ടിരിക്കുക, ഈ പെണ്ണില്ലായിരുന്നെങ്കിൽ നമ്മളെ ലൈഫ് നന്നായേനെ എന്ന് പറയാനുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പോഷിക്കാൻ തുടങ്ങി. എൻ്റെ മോളുടെ 2.5 വയസ്സ് തൊട്ട് ഞാൻ അതുവരെ ഫോക്സ് വാനിൽ ജോലി ചെയ്യുമായിരുന്നു. ഫോക്സ് വാനിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണം. കാരണം കുഞ്ഞിന്റെ ചെലവുകൾ എൻ്റെ സിസ്റ്ററാണ് നോക്കുന്നത്. അതിനുശേഷം ഫുള്ള് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ലൈഫിൽ ഞാൻ ദൈവതുല്യം കാണുന്ന ഒരാളെ എൻ്റെ സിസ്റ്റർ മാത്രമാണ്. സിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥയായിട്ട് നടന്നേനെ. ഞാൻ അവളെ എന്തിട്ട് പൂജിച്ചാലും എന്തിട്ട് കൊടുത്താലും എന്തൊക്കെ ചെയ്താലും നന്ദി എനിക്ക് പറഞ്ഞു തരാൻ അപ്പുറമാണ്. കാരണം അവള് ഒരു അമ്മ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ്, ആ സമയത്ത് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിനുള്ള ഡ്രസ്സ്, എൻ്റെ കുഞ്ഞിനുള്ള സ്നഗ്ഗി, എല്ലാ കാര്യങ്ങളും എൻ്റെ സിസ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിനെയും ഞാൻ നമിക്കുന്നത്. കാരണം അവരും ആ പുള്ളിക്കാരൻ നോ പറഞ്ഞ എൻ്റെ ഇത്താക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും സാബുക്ക ഇത്താടെ ഹസ്ബൻഡ് പോലും ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ അഗെയിൻ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി, ഒരു സിസ്റ്റർ, ഒരു ഫാമിലി സിസ്റ്റം ബാക്കിൽ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ്, അല്ലെങ്കിൽ ചില സെക്യൂർഡല്ല, സേഫല്ല, അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നി തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണ് അറിയ പോകുന്നില്ല? ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അറിയാൻ പോകുന്നില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പം എന്നിട്ട് പോലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായാലും എന്നാലും ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളൊരു അമ്മ എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. എത്രയും പോരിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലൊരു സാധനമുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ റോവലിനെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്തും എൻ്റെ ഭാഗ്യത്തിന് ഒരു 3 മാസം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ട് പറയുമല്ലോ, കാരണം തുടക്കത്തിലെ മോള് പപ്പ എന്നൊക്കെ വിളിപ്പിച്ച ആള് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തുടക്കം തൊട്ടേ നമ്മളിലുണ്ട്. പ്രസവം കഴിഞ്ഞ് 3-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. ആ മാസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളോടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, പുള്ളിക്കാരൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഗ്യാപ്പ് ഞാൻ പറഞ്ഞു 3 മാസം ചടങ്ങ് നമ്മളെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, വീട്ടിൽ നിർത്തുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് നിൽക്കാന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പുള്ളിക്കാരനായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയേനെ. അവിടെയും വഴക്കാം, ഭയങ്കര ഇഷ്യൂസ് നടക്കുക ഞങ്ങൾ തമ്മിൽ. നീ അങ്ങനെയല്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ, എനിക്ക് ഞാൻ പറഞ്ഞു വന്നോ കണ്ടോ, 3 മാസത്തെ റെസ്റ്റ് അല്ലേ ഞാൻ പറയുന്നുള്ളൂ, 3 മാസം വരെ എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള റെസ്റ്റ് എനിക്ക് തന്നൂടെ. അതെന്ത് പരിപാടിയാണ് ഫിറോസേ, ചെയ്യാൻ പാടില്ലല്ലോ. ഏതൊരു നമ്മുടെ നാട്ടിൽ നടപ്പാനൊക്കെയല്ലേ, അറ്റ്ലീസ്റ്റ് ആ സമയം എങ്കിലും റെസ്റ്റ് കൊടുക്കേണ്ടതാണ്. സോ എന്തുകൊണ്ട് ചെയ്തില്ല? ഇവിടെ കരിക്ക് പനി നല്ല കട്ടക്കാളിലൂടെ വരുന്നേ, ഇഷ്ടപ്പാടാട്ടോ എന്ന് പറഞ്ഞ് അവിടെയും വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയത്തില്ല, എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്കറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പം ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന്റെ എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി.
അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ്വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എൻ്റെ എനിക്ക് ഫോണിൻ്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോള് ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞത് ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവറി ചെയ്തെടുത്ത് ഞാൻ ആ സമയത്തും ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളി ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. അതായത് ബേസിക്കലി ഹീസ് ഹാവിങ് അവിഹിതം അല്ലേ, കറക്റ്റ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഈ സംഭവം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തെവിടെയോ ഒരു പുതിയ സംഭവം എന്നല്ല. പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്കുള്ള പറ്റിയാലുമില്ലെങ്കിലും ആണെങ്കിൽ എന്ന് പറയുന്നതിൽ മെജോറിറ്റി ഓഫ് ദ ലേഡീസ് ആർ പൊളിഗാമീസ്. അപ്പോൾ ഈ ഒരു സംഭവം ഒബ്വിയസ്ലി പലരും ചെയ്യുന്നതാണ്. ചിലവന്മാർ പിടിക്കപ്പെടും, ചിലവന്മാർ പിടിക്കപ്പെടില്ല, ചിലവന്മാർ പിടിക്കപ്പെട്ടാലും അതിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ഐ എം നോട്ട് ജസ്റ്റ് നോർമലൈസിങ് ഇറ്റ്, പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. ഇനി ഈ ഫാക്റ്റിൻ്റെ അകത്ത് അവരെന്ത് സംസാരിച്ചു, അവരെന്തൊക്കെ സംസാരിക്കും, അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ളതും പല സെഷൻസും പല ആളുകളോട് സംസാരിച്ചതുമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ഒരു വലിയൊരു വിഭാഗം ആണുങ്ങളും അവർക്ക് കിട്ടേണ്ട സംഭവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഒരു കൺസർവേഷൻ, ഒരു കെയർ അല്ലെങ്കിൽ ഒരു കരുതൽ, ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ഗോ ഫോർ എനി അതർ വുമൺ. ഇതൊരു ഫാക്റ്റാണ്. പക്ഷേ വാട്ടെവർ, സോ ചിലവന്മാർ നീ എന്തൊക്കെ കിട്ടിയാലും ശരി, അവർക്ക് ഒരു മൾട്ടിപ്പിൾ വഴിയിലൂടെ പോയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ മൊമെൻറ്റിലെങ്കിലും നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാമായിരുന്നു. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല, ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അപ്പം അവിടെ കുറച്ച് ഇൻസിഡൻസ് നടന്നു. അത് ഞാൻ വേറെ ആരെയും ഫാമിലിയൊന്നും ഞാൻ വിളിച്ചിടുന്നില്ല. അവരൊന്നും അറിയുന്നില്ലല്ലോ ഈ കാര്യങ്ങൾ. അവരും പോട്ടെ, സ്വാഭാവികം, മക്കളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം, അതിനെന്തോ ആട്ടെ. അതൊന്നും ഒരിക്കലും അവരെയൊന്നും ഞാൻ ഇതിനകത്ത് വലിച്ചു വയ്ക്കുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഞാൻ അവരാരെയും വലിച്ചിടുന്നില്ല. അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു.
വാവ്, അത് മര്യാദ. മര്യാദ എന്ന് വെറും മര്യാദ അല്ലേ, കട്ട മര്യാദ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി, പയ്യൻ്റെ പാരൻസ് പയ്യനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുള്ളൂ. അവരുടെ അവരുടെ മോനെ മാക്സിമം സേഫാക്കാൻ അവർ ശ്രമിക്കുള്ളൂ. ആ സമയത്ത് നമ്മളോട് ഹാഷായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, വളരെ ബാഡായിട്ട് ഞങ്ങളുടെ പെരുമാറിയിട്ടുണ്ടാവും. വി ക്യാൻ ഇമാജിൻ ദാറ്റ്. ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് കാണും അവരുടെ ഫാമിലി സൈഡും. പക്ഷേ നിങ്ങളതിനെ ഇവിടെ ഹാൻഡിൽ ചെയ്തത് ദാറ്റ് ഈസ് റെസ്പെക്ട്ഫുൾ. അത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളതിനെ അവരുടെ മേടക്ക് ഒന്നും ഒരുപാട് പഴിയാറാതെ നിന്നില്ലല്ലോ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇവിടെ ആടെ ക്വാളിറ്റീസ് ടോപ്പ്. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലൊരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ എൻ്റെ കുഞ്ഞുമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് സ്റ്റിച്ചിട്ട് 22 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആള് ഭയങ്കര കരച്ചിൽ, കാല് പിടിച്ച് മാപ്പ് പറച്ചിൽ, കാര്യങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല വാവേ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. വാവേ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, വാവേ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി, വാവേ മറ്റേതാ മറിച്ചതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ് ഞാനത് സോൾവ് ചെയ്തു. ഓക്കെ, സമാധാനം, അതെല്ലാം കാര്യം. എനിക്ക് തോന്നുന്നു ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. ആ വലിയ ബിഗ് ബോസിന്റെ സമയത്ത് ഞാൻ കൈമുറിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. അത് ഞാൻ വേറൊരു വിഷയം എന്നാ പറഞ്ഞത്, പക്ഷെ ഇതാണ് വിഷയം. അപ്പോൾ മൊത്തം വീഡിയോ ഇതിൻ്റെ മൊത്തം വീഡിയോ യൂട്യൂബിലുണ്ട്. ഇത് ഞാൻ ഡീക്കോഡ് ചെയ്തതാണ്. ഇതിൻ്റെ അതിനിപ്പോൾ കൂടുതൽ ഡീക്കോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ലൈക്ക് കറൻ്റ്ലി സച്ചിന സ്കോർ ചെയ്ത് നോക്കുകയാണ്. ബിക്കോസ് കുറേ കൂടെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും, പല ഡൗട്ടുകൾക്കും. എക്സെപ്റ്റ് ഷീ ഡിഡ്ന്റ് tell anything about the relationship things. It's obviously that അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഫിറോസ് എന്ന് പറയുന്ന ആളുടെ ചില കളികളൊക്കെ, ചില നുണക്കഥകളൊക്കെ, ചില മാനിപ്പുലേഷൻ ടെക്നിക്സ് എല്ലാം ഇവിടെ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. വെൻ സജിൻ അത് ക്ലിയറായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രം. അപ്പോൾ ആക്ച്വലി ഒബ്വിയസ്ലി ഇനിയിപ്പോൾ ഫിറോസ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ മെനിഞ്ഞാനുമായിട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് ഫിറോസ് ചെയ്ത വീഡിയോസ് എല്ലാം ഫിറോസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഹീസ് ലിറ്റിൽ ബിറ്റ് സ്കെയർഡ് ഓൺ ദിസ് തിങ്സ്. കാരണം ഇത് പണി വരും, ഇത് അത്ര ഈസിയല്ല ഹാൻഡിൽ ചെയ്യാൻ. ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പേർക്കും ഫിറോസ് ഉറപ്പായിട്ട്. അപ്പോൾ ലെറ്റ്സ് സീ, ചിലപ്പോൾ അയാൾക്ക് പക്ഷെ എന്ത് പറയാനുണ്ടാവുമായിരിക്കാം. പക്ഷേ ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും ഇങ്ങനെ വരേണ്ട കാര്യങ്ങളല്ല. ഇതിപ്പോൾ പച്ച മനുഷ്യനോ അല്ലെങ്കിൽ വേറെ ആർക്കോ ഒരു വിചാരണ കിട്ടുകൊടുക്കേണ്ട സബ്ജക്റ്റുകളല്ല. നിങ്ങൾ ഹാപ്പി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വീണ്ടും ഇതിൻ്റെ പുറകെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാൻ നിൽക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഇത് ഫിറോസായിട്ട് ഉണ്ടാക്കിയ ഒരു കുരുക്കാണ്. താൻ അതിൽ ശരി കുരുങ്ങും 100%, ഒരു സംശയം വേണ്ട.